നമസ്കാരം, അമൃതാണ്. ട്രൈബറിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് പലരും എൻ്റെ അടുത്ത് ഇങ്ങനെ വീഡിയോസിൽ കമന്റ്സ് ആയിട്ട് വന്നായിരുന്നു. ഈ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള ഈ ഒരു വീഡിയോ ഫുട്ടേജ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്തോ ടേക്ക് ഓഫ് ചെയ്യുന്നു എയർക്രാഫ്റ്റ്. ഈ ഒരു ഫുട്ടേജ് കാണുമ്പോൾ തന്നെ അറിയാം ഈ വണ്ടിയുടെ സ്റ്റെബിലിറ്റി എത്രത്തോളം ആണെന്നുള്ള. അതായത് നമ്മൾ ഈ പ്രീമിയം കാർസ് ഒക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു ഫീലാണ്. അത്രയ്ക്കൊരു കംഫർട്ടാണ്. എടുത്തു പറയാനുള്ളത്, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിന്റെ സസ്പെൻഷൻ സെറ്റപ്പ്. ഈ 5 വർഷമായിട്ട് ഇതിന്റെ സസ്പെൻഷനിൽ ഒരു ഇഷ്യൂസും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഒരു ആക്സിഡന്റ് നടന്നിരുന്നു. ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചേഞ്ചസ് വരുത്തി കുറെ സ്പെയർസ് മാറി എന്നുള്ള അല്ലാണ്ട് ഇത് വേറെ സസ്പെൻഷൻ റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ നമ്മൾ സസ്പെൻഷൻ എടുക്കുമ്പോഴത്തേക്ക് ബാക്കിലും ഫ്രണ്ടും ഒരുപോലെ ആണല്ലോ. ഇത് വേറെ ഒരു ഇഷ്യൂസും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ആഫ്റ്റർ സെയിൽ സപ്പോർട്ട്, അതായത് ഇതിന്റെ മെയിൻ്റനൻസ് കോസ്റ്റ് ഒക്കെ നോക്കുമ്പോഴത്തേക്ക് ഇയർലി മെയിൻ്റനൻസ് ആണ്, ഇയർലി ആണ് ഓയിൽ ചേഞ്ച് ഒക്കെ ചെയ്യുന്നത്. ഞാൻ പിന്നെ അത്രയും ഓടുന്നില്ല വാഹനം. അതെനിക്ക് നിയർലി 15,000 വരുന്ന 16,000 സംതിങ് വരുന്ന ഒരു പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷം മെയിൻ്റനൻസ് ചെയ്യുമ്പോഴത്തേക്ക് കുറേ സ്പെയർസ്, അങ്ങനെ കുറച്ച് ഓയിൽ ചേഞ്ച്, ഓയിൽ ഫിൽട്ടർ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ, അതും കൂടെ ഒറ്റ ഇതിലുള്ള പേയ്മെൻ്റ് ആണ്. അപ്പോൾ 2 തവണത്തേക്കുള്ള ഒരു ബൾക്ക് പേയ്മെൻ്റ് ആയിട്ടാണ് അതൊരു TVSന്റെ ഒരു പാക്കേജാണ്. അപ്പോൾ അത് വാഹനത്തിൻ്റെ ഓവറോൾ മെയിൻ്റനൻസ് വെച്ച് നോക്കുമ്പോൾ വളരെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സസ്പെൻഷൻ്റെ പറഞ്ഞ പോലെ തന്നെ ലോങ് ഡ്രൈവ്സിന് നല്ല ഹെവി ആയിട്ടുള്ളൊരു വാഹനം ഓടിച്ചു പോകുന്ന ഒരു കംഫർട്ടാണ്. പിന്നെ ഓവറോൾ വണ്ടിയുടെ ഒരു ഡൈനമിക്സ് ആയിരുന്നാലും ഭയങ്കര പ്ലാൻഡ് ആയിട്ടുള്ളൊരു ഡ്രൈവ് സമ്മാനിക്കുന്നുണ്ട്. പ്ലാൻഡ് ഇൻ ദ സെൻസ് നമുക്ക് ഒരു തരത്തിലുള്ള പെട്ടെന്ന് ഒരു വെട്ടിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാലും വാഹനം മറിയുമോ എന്നൊക്കെ ഉള്ള ഒരു സംശയം, ഒരു ഫിയർ ജനിപ്പിക്കുന്നില്ല. ബോഡി റോളാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഭയങ്കര മാസീവ് ആയിട്ടുള്ള ബോഡി റോളൊന്നും നമുക്കിത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഫീൽ ചെയ്യത്തില്ല. ഇതിന്റെ വെയിറ്റ് നോക്കുമ്പോഴത്തേക്ക് നിയർലി 1000 kg അങ്ങോട്ടേ ഉള്ളൂ. നമ്മൾ 2 പേരായിട്ടൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്തായിരുന്നാലും ആ ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റേത് നമ്മൾ ഈ ലൈറ്റ് കാർസ് പൊതുവേ ഈ ഒരു സെഗ്മെന്റിൽ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് വളരെ ലൈറ്റ് ആയിരിക്കും, എന്ന് വെച്ചാൽ ഫെദറി ആയിരിക്കും. ഒരു വാഹനം നമ്മളങ്ങ് ഓവർടേക്ക് ചെയ്തൊക്കെ കയറി പോയി കഴിഞ്ഞാൽ നമ്മളെ വാഹനം ഒന്ന് വിറച്ചു പോകും. ഇങ്ങനെ ഒന്ന് ആടുന്ന ഒരു ഫിനോമിനൊക്കെ ഞാൻ പണ്ട് സുസുക്കിയുടെ കാസ് യൂസ് ചെയ്തിരുന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. പക്ഷെ ഇതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നുമില്ല. ഭയങ്കര ഒരു സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. പിന്നെ TVSന്റെ സർവീസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതുവരെ ഒരു പരാതിയും തോന്നിയിട്ടില്ല. വളരെ പ്രോംപ്റ്റ് ആയിട്ടുള്ള സർവീസാണ്. കാരണം മിക്കവാറും ഞാൻ ഒരു ഡേ മോർണിംഗിൽ കൊടുത്തിട്ട് ഈവനിങ്ങിൽ എടുക്കാറുണ്ട്. അത് വേറെ വലിയ കംപ്ലൈൻസ് ഒന്നും ഇതുവരെ വരാത്തതുകൊണ്ടാണ്. ഇതിൻ്റെ ആക്സിഡൻറ്റ് കഴിഞ്ഞ സമയത്ത് വർക്ക് ചെയ്യാനായിട്ട് ഏതാണ്ട് നിയർലി 2 months എടുത്തിരുന്നു. അന്ന് അവർ ഷിഫ്റ്റിംഗ് ഒക്കെ നടക്കുകയായിരുന്നു. എറണാകുളത്തായിരുന്നു ഇതിൻ്റെ വർക്കൊക്കെ ചെയ്തത്. ഒരു ഹ്യൂജ് ആക്സിഡൻ്റ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം, അന്നത്തെ ഇൻസിഡൻറ്റും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇതുവരെയുള്ള ട്രൈബറിൻ്റെ കംപ്ലീറ്റ് സ്റ്റോറീസ് ഞാൻ എടുത്തതിന് ശേഷമുള്ള, ഞാൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതിൻ്റെ ഈച്ച് ആൻഡ് എവറി മെയിൻ്റനൻസ് കോസ്റ്റും ഡീറ്റെയിൽസും എല്ലാം ഞാൻ കൃത്യമായിട്ട് വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ, ആ ഒരു പ്ലേലിസ്റ്റ് എൻ്റയർ വീഡിയോസ് ചിലപ്പോൾ ഉപകരിച്ചേക്കും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഫുട്ടേജിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അത്രയ്ക്ക് ഒരു യൂറോപ്യൻ കാർ ഓടിച്ചു പോകുന്ന ഒരു സുഖമുണ്ട് ഈ വാഹനം ഓടിക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ എത്ര ഡ്രൈവ് ചെയ്താലും ഒരു ക്ഷീണവും തോന്നത്തില്ല, നടുവിനൊന്നും ഒരു പ്രശ്നമില്ല. അത് സസ്പെൻഷൻ്റെ കംഫർട്ട് കൊണ്ട് തന്നെയാണ്. കാരണം ഞാൻ ഇതുവരെ ഓടിച്ചിട്ടുള്ള, ഞാൻ വാഹനങ്ങളെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, അല്ലെങ്കിൽ കമ്പനിയൊന്നും ഒരു റിമാർക്കായിട്ട് പറയുന്നില്ല, പക്ഷേ ഇതുവരെ ഓടിച്ചിട്ടുള്ള ഒരു വാഹനങ്ങളിലും ഇത്രയും ലോങ് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു കംഫർട്ടും വീണ്ടും വീണ്ടും ഡ്രൈവ് ചെയ്യാനുള്ള ഒരു എന്തൂസിയാസം ഒന്നും ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു 5-member ഫാമിലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ലഗേജും ബാക്കിൽ വെച്ചുകൊണ്ട് ഒരു ഓൾ ഇന്ത്യയൊക്കെ പോകത്തൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാറാണ്. പിന്നെ ഭയങ്കര സ്പീഡും ഓവർ സ്പീഡ് ചെയ്യാനെന്നുള്ള ഒരു കേപ്പബിലിറ്റി അല്ല, എന്നാലും അത്യാവശ്യം ആ ഒരു ടോർക്ക് അങ്ങനെ ഗെയിൻ ചെയ്ത് വരുന്നതിനനുസരിച്ച് വാഹനത്തിന് അത്യാവശ്യം നല്ല പുള്ളിങ് ഉണ്ട്. 5 years യൂസർ എക്സ്പീരിയൻസിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഒരുപാട് പേര് അഡ്വൈസ് ചെയ്തപ്പോൾ ഈ അടുത്ത് പലരും എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് വാഹനം എടുക്കുന്നതിന് മുമ്പേ എൻ്റെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടായിരിക്കണം പലരും എൻ്റെ അടുത്ത് ഇങ്ങനെ വീണ്ടും ഇപ്പം എങ്ങനെയുണ്ട് സാർ, ഇപ്പോഴത്തെ റിപ്പോർട്ട് എന്താണെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും 5 years ആയ സ്ഥിതിക്ക് എന്തായാലും ഇപ്പോഴത്തെ ഒരു കറണ്ട് സ്റ്റാറ്റസ് കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ എടുത്ത് പറയേണ്ടത്, ഇതിൻ്റെ എയർകോണിൽ കംപ്ലൈൻറ്റ് വന്നിരുന്നു. അതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ TVS നല്ല സർവീസ് ചെയ്തത്. ഇതിൻ്റെ ഒരു സ്പെയർ പാർട്ട് മാറണമായിരുന്നു. അതായത് ഇതിന് 2 കോയിലുണ്ട്. അപ്പോൾ അതിൽ ഒരു കോയിലിനായിരുന്നു കംപ്ലൈൻറ്റ്. അപ്പോൾ സർവീസ് സെൻറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ 2 കൂടെ മാറത്തുള്ളൂ. അങ്ങനെ ഞാനത് പുറത്തൊരു AC മെക്കാനിക്കിനെയാണ് കാണിച്ചത്. അവരത് ഒരു കോയിലായിട്ട് അവർ മാറ്റി തന്നു. അപ്പോൾ കോസ്റ്റ് ഭയങ്കരമായിട്ട് അങ്ങ് കുറഞ്ഞു. ഇപ്പോൾ സർവീസ് സെൻറ്ററിൽ അത് ഭയങ്കര കോസ്റ്റാണ് പറഞ്ഞത്, പക്ഷേ അത്രയും വേണ്ടി വന്നില്ല. അതിൻ്റെ നിയർലി ഹാഫ് കോസ്റ്റിൽ ഇത് ശരിയാക്കാൻ പറ്റി. അപ്പോൾ പൊതുവെ പെട്ടെന്ന് തണുക്കുന്ന ഒരു കോയിലിംഗ് സിസ്റ്റം ആയതുകൊണ്ട് അങ്ങനെ ഇഷ്യൂസൊക്കെ പൊതുവെ വരാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതുവരെയുള്ള ട്രൈബർ യൂസ് ചെയ്ത എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഒത്തിരി സാറ്റിസ്ഫൈഡ് ആണ്, ഒരുപാട് ഇഷ്ടമാണ്. എനിക്കിത് ഒരുപാട് ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു വാഹനമാണ്. ഇനിയും ഒത്തിരി ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ട്രാവൽ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹിക്കുന്നൊരു വണ്ടിയാണ്. ഇപ്പോൾ ഉടനെ ഇല്ലെങ്കിലും ഒരു ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ ചിലപ്പോൾ ഫ്യൂച്ചറിൽ ചെയ്യണമെന്നുണ്ട്.
ഓൾ ഇന്ത്യയിലൊരു യൂറോപ്പ് വരെയൊക്കെ ഡ്രൈവ് ചെയ്ത് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. മറ്റൊരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ അല്ലെങ്കിൽ ഒരു മൂവി റിവ്യൂ ആയിട്ടോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.